ആഭ്യന്തര മന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ധനകാര്യ മന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ധനവകുപ്പ് ഞാൻ കൈവശം വെക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി നിലപാടെടുത്തതായി അറിയുന്നു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, ആഭ്യന്തര മന്ത്രി സ്ഥാനം, ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ധനകാര്യം മുഖ്യമന്ത്രി തന്നെ കൈവശം വെക്കാനാണോ സാധ്യത? ഇപ്പോൾ KPCC പ്രസിഡന്റും KPCC വർക്കിംഗ് പ്രസിഡന്റും അടക്കം കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ ചർച്ച അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണോ? അഭിലാഷ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥ് MLA അടക്കമുള്ളവർ ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. സണ്ണി ജോസഫ് കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. എല്ലാം ചർച്ചകൾക്ക് ശേഷം പറയാം എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല ക്യാബിനറ്റിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അദ്ദേഹം കേട്ടതായി പോലും ഭാവിച്ചില്ല. അകത്തേക്ക് അങ്ങ് പോവുകയാണ് ചെയ്തത്. ഏതായാലും അത് അവരുടെ ഭാഗത്ത് നിന്ന് ഇനി കൂടുതൽ പ്രതികരണങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ അകത്ത് നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ഈ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങൾ തുടരുകയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരം വേണം എന്നുള്ള ഒരു കടും നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മറുവശത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ VD സതീശൻ മുന്നോട്ട് വെക്കുന്നത് ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ കൂടാതെ ധനകാര്യം കൂടി തനിക്ക് വേണം എന്നുള്ളൊരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് വിട്ടു നൽകുന്നതിൽ VD സതീശന് എതിർപ്പുണ്ട്, അത്ര തൃപ്തിയില്ല. അപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അത് അങ്ങനെ ഒരു സമ്മർദ്ദം VD സതീശന് മുകളിൽ വന്നേക്കാം. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടായ ഒരു പ്രശ്നങ്ങളൊക്കെ തർക്കവിതർക്കങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്തരം ഒരു സമ്മർദ്ദത്തിന് ഒരു പക്ഷേ കല്ലുകടിയില്ലാതെ കാര്യങ്ങൾ സുഗമമായി അവസാനിപ്പിക്കാൻ വേണ്ടി വഴങ്ങിയേക്കാം. അങ്ങനെ വഴങ്ങുകയാണെങ്കിൽ ധനകാര്യം തനിക്ക് വേണം എന്നുള്ളൊരു നേരത്തെ തന്നെ VD സതീശന് ധനകാര്യ വകുപ്പിനോട് താല്പര്യമുണ്ട്. അപ്പോൾ ആ വാദമാണ് VD സതീശൻ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും അതിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് അടക്കം ഇവിടെയുണ്ട്. ഡെവലപ്മെന്റ് ആണ്. ധനവകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈവശം വെക്കുകയും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്ന നിലയിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ വന്നേക്കാം.